വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക, അതേപോലെ തന്നെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ചൊറിച്ചൽ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ള ഒരു കാലാവസ്ഥയാണല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഹെയർ സെറം വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് കാണാം കേട്ടോ. നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് മാറാനായിട്ട്, അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഹെയർ സെറാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ സെറം തയ്യാറാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഒരെണ്ണം നല്ല വലിപ്പമുള്ളതും പിന്നെ ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു മഞ്ഞ കളറൊക്കെ പോയതിന് ശേഷം മാത്രം അലോവേരയുടെ ജെല്ല് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ആ ഒരു മുള്ളു പോലത്തെ സംഭവമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുക. ജെല്ല് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് മിക്സിയിൽ അടിക്കാണ്ടിരിക്കുക, അതൊന്നും കൂടി വെള്ളം പോലെയാവും. നമുക്ക് ആ ഒരു ഫോമിലല്ല വേണ്ടത്, ശരിക്കും ഒരു ജെല്ലിൻ്റെ ഫോമിലാണ്. അപ്പം ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ജെല്ല് നമുക്ക് പതുക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ള ഒരു ഹെയർ സെറാണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അലോവേര ജെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഏകദേശം ഒരാഴ്ച വരെ മാത്രം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇതേപോലെ അലോവേരയുടെ ജെൽ ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ആവണക്കെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആവണക്കെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ മതിയോ. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പം ഞാൻ റോസ് വാട്ടർ 2 ടീസ്പൂണോളം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കറക്റ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു സിറത്തിൻ്റെ ഫോമിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് ഇതേപോലെ ഉപയോഗിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേരയുടെ ജെല്ല് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഹെയർ സെറം ഒഴിച്ചു കൊടുക്കാം. ഹെയർ സെറമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറേ അധികം ഉണ്ടാക്കി വെക്കാതെ നമുക്ക് കുറച്ച് മാത്രം ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഹെയർ സിറം സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ മുടിയുടെ ലെങ്ത്തിലാണ് കേട്ടോ. പക്ഷേ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ മുടിയിലെ കെട്ടോ ജടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. കെട്ടുള്ള മുടിയിലേക്ക് നമ്മൾ വീണ്ടും എന്തെങ്കിലും പാക്കോ അല്ലെങ്കിൽ സെറോ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ കെട്ട് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഹെയർ സെറം എടുക്കാം. അപ്പം ഈ ഒരു ഹെയർ സെറം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മളിതിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതിങ്ങനെ മേലേക്കായിട്ട് കെട്ടിക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ ഓയിൽ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇതേപോലെ ഹെയർ സെറം എടുക്കാം. എന്നിട്ട് 2 കൈയിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു കടഭാഗത്താണ് കേട്ടോ കൂടുതലായിട്ട് തേക്കുന്നത്. എന്നിട്ട് വീണ്ടും കുറച്ച് ഇതേപോലെ എടുക്കുക. എന്നിട്ട് മിഡിൽ സൈഡിൽ ഇതേപോലെ തന്നെ കയ്യിൽ റബ്ബ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചെടുത്തതിന് ശേഷം മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ സെറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടി പോവുക, ഡ്രൈ ആയിട്ടിരിക്കുക, സ്പ്ലിറ്റൻസ് ഒക്കെ വരാനുള്ള നല്ല സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു കറ്റാർവാഴയുടെ ഹെയർ സെറം മാത്രം മതി കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഹെയർ സെറം ഉപയോഗിക്കുക നമ്മുടെ മുടിയുടെ ലെങ്ത്തിലാണ്. പക്ഷേ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെറം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. വീണ്ടും ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ചൊറിച്ചൽ വരിക, താരൻ പോലത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സെറം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള അലോവേര നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട്
മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി അയച്ചിരിക്കാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇനി വരാതിരിക്കാനായിട്ടായാലും ഈ ഒരു ഹെയർ സെറം അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആവണക്കെണ്ണയായാലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച വേഗത്തിലാക്കാനും ഒക്കെ സഹായിക്കും. ഇനി നമ്മൾ ഹെയർ സെറം എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഹെയർ സെറം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കാലത്തോ വൈകിട്ടോ നമ്മൾ മോർണിംഗ് ഹെയർ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സെറം കൂടിയാണ് കേട്ടത്. ഈ ഒരു ഹെയർ സെറം ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ്ലി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി മുടി ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കെട്ടുപിടിക്കാത്ത രീതിയിലൊന്ന് കെട്ടിവെച്ചെടുക്കാം. ഈ ഒരു ഹെയർ സെറം ഞാൻ കാണിച്ചിട്ടുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. പക്ഷേ ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറം കൂടിയാണ് കേട്ടത്. എല്ലാ ഹെയർ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ സെറം ആണ് കേട്ടത്. ഡ്രൈ ഹെയർ ആണെങ്കിൽ അവർക്ക് ഒന്നും കൂടി നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.